ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്നത് എന്താണ്? ഇംഗ്ലണ്ടിനെതിരായ ഏകദിന വിജയത്തിന് ശേഷം ടീം ഇന്ത്യ ആഘോഷിക്കുമ്പോൾ അണിയറയിൽ നടക്കുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ടീമിനുള്ളിൽ പാമ്പുകളുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ ആരാധകർ ശ്രേയസ് അയ്യരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ വന്ന് വിളിച്ചു പറയുന്നത് ഇതാണ്. ശ്രേയസിനെതിരെ ടീമിനുള്ളിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടോ? ശുഭ്മൻ ഗിൽ ക്യാപ്റ്റനായപ്പോൾ മാത്രം എങ്ങനെയാണ് ടീം മാറിയത്? ഇന്ന് നമ്മൾ തുറന്നു പറയാൻ പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ആരും പറയാൻ മടിക്കുന്ന സത്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കണ്ട T20 പരമ്പരകളിലെ ഇന്ത്യയെ ഓർമ്മയില്ലേ? അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും തോറ്റുതുന്നം പാടിയ ആ ടീം. അന്ന് കളി കണ്ടിരുന്ന ഓരോ ആരാധകനും ചോദിച്ചത് ഒരേയൊരു കാര്യമാണ്: ഇവർ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത്? അന്ന് നായകനായിരുന്ന ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ കളിച്ചവർക്ക് ശരിക്കും താല്പര്യമുണ്ടായിരുന്നോ? അതോ മനഃപൂർവ്വം ടീമിനെ തോൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചതാണോ? അന്ന് ആ ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷേ ഗില്ലിന്റെ കീഴിലിറങ്ങിയ ആദ്യ ഏകദിനത്തിൽ ആ കളി മാറി. വെറും ജയമല്ല, ഇംഗ്ലണ്ടിനെ അക്ഷരാർത്ഥത്തിൽ കശാപ്പ് ചെയ്യുകയായിരുന്നു ടീം ഇന്ത്യ. ആ മാറ്റം കണ്ടപ്പോൾ ആരാധകരുടെ നിയന്ത്രണം വിട്ടു. ശ്രേയസ് അയ്യർ ഒരു പോസ്റ്റിട്ടു, ടീം എഫേർട്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആരാധകരുടെ രോഷം പൊട്ടിപ്പുറപ്പെട്ടത്. നിങ്ങൾക്കിത് പറയാൻ നാണമില്ലേ എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. നിങ്ങളുടെ കീഴിൽ കളിക്കുമ്പോൾ എല്ലാവരും പാമ്പുകളായി മാറുന്നു എന്ന് ഒരു ആരാധകൻ എഴുതുമ്പോൾ ആ 10 പാമ്പുകൾ ഇപ്പോൾ എവിടെ പോയി എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. ഇത് വെറുമൊരു കമന്റല്ല, ടീമിലെ ക്യാപ്റ്റനും കളിക്കാരും തമ്മിലുള്ള അഗാധമായ വിള്ളലിന്റെ പ്രതിഫലനമാണ്. ശ്രേയസിനെ പോലെ ഒരു മികച്ച താരത്തെ ടീമിലെ ഒരു വിഭാഗം മനഃപൂർവ്വം ഒറ്റപ്പെടുത്തുകയാണോ? ഈ ചോദ്യത്തിനു മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കുകയാണ് നമ്മുടെ മുൻ നായകൻ. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം കളിച്ച ആവേശവും ശ്രേയസിന്റെ T20 പരമ്പരകളിലെ ആ നിസ്സംഗതയും. ഗിൽ ക്യാപ്റ്റനായപ്പോൾ കളിക്കാർക്ക് എന്തോ ഒരു പ്രത്യേക ഉണർവ് വന്നതുപോലെ. കൃത്യമായ ഫീൽഡ് സെറ്റിംഗ്, ബോളർമാർക്ക് നൽകുന്ന ആത്മവിശ്വാസം, ഇതൊക്കെയാണ് ഒരു ക്യാപ്റ്റൻ നൽകേണ്ടത്. എന്നാൽ ശ്രേയസ് ക്യാപ്റ്റനായപ്പോൾ ടീം ഒരു വള്ളമില്ലാത്ത തോണി പോലെയായിരുന്നു. ക്യാപ്റ്റനെ അംഗീകരിക്കാത്ത, ക്യാപ്റ്റന്റെ വാക്ക് കേൾക്കാത്തൊരു ടീം. അതാണോ അന്ന് നമ്മൾ കണ്ടത്? അതുകൊണ്ടാണ് ആരാധകർ പറയുന്നത് ശ്രേയസിന് കീഴിൽ കളിക്കാൻ ആർക്കും താല്പര്യമില്ല എന്ന്. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ അപമാനമാണ്. ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ പാമ്പുകളുണ്ടെന്നുള്ളത് കേവലം സോഷ്യൽ മീഡിയ തമാശയല്ല, അത് BCCI പോലും ഗൗരവമായി കാണേണ്ട ഒന്നാണ്. ഒരു നായകൻ എപ്പോഴാണ് പരാജയപ്പെടുന്നത്? കളിക്കാർക്ക് അവനിൽ വിശ്വാസമില്ലാത്തപ്പോൾ. ഇവിടെ വിശ്വാസമല്ല, മറിച്ച് ശത്രുതയാണ് നമ്മൾ കാണുന്നത്. ശ്രേയസിനെ തിരിഞ്ഞുകൊത്താൻ കാത്തുനിൽക്കുന്ന ആ പാമ്പുകൾ ആരാണെന്ന് ആരാധകർക്കറിയാം, ടീം മാനേജ്മെന്റിനറിയാം. പക്ഷെ ആരും അത് പുറത്തു പറയുന്നില്ല. ഈ വിവാദങ്ങൾക്കിടയിലും ശുഭ്മൻ ഗിൽ തെളിയിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻസി എന്നത് കേവലം ബാറ്റിംഗ് മാത്രമല്ല, അത് ടീമിനെ ഒന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണെന്നാണ്. ഇനിയൊരു പരമ്പര വരുമ്പോൾ ശ്രേയസ് മടങ്ങിയെത്തിയാൽ ഈ ടീം പഴയതുപോലെ കളിക്കുമോ? അതോ വീണ്ടും ആ നിഴൽയുദ്ധം തുടരുമോ? ശ്രേയസ് അയ്യർക്ക് ഇനിയും ഈ ടീമിനെ നയിക്കാൻ ധൈര്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ അടുത്ത മത്സരങ്ങൾ വരെ കാത്തിരിക്കണം. പക്ഷെ ഒന്ന് ഉറപ്പാണ്, ആരാധകരുടെ കണ്ണിൽ ശ്രേയസ് അയ്യർ എന്ന നായകൻ ഇപ്പോൾ ഒരു വലിയ പരാജയമാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ വിവാദങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? ടീമിലെ കളിക്കാർ ശ്രേയസിനെതിരെ തിരിഞ്ഞതാണോ? അതോ ആരാധകർ അമിതമായി ചിന്തിക്കുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ കറുത്ത പാടുകൾ മായണം. അതാണ് നമുക്ക് വേണ്ടത്. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.